ശങ്കരാടി അനുസ്മരണ സമിതിയുടെയും ചെറായി ബീച്ച് ജനകീയ വായനശാലയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ഞായറാഴ്ച വൈകിട്ട് 4-ന് ജനകീയ വായനശാലയിൽ ശങ്കരാടി ജന്മശതാബ്ദി അനുസ്മരണവും വയനാട് ഉരുൾപൊട്ടലിൽ മരിച്ചവർക്കുള്ള ദീപാഞ്ജലി സമർപ്പണവും നടത്തി. ബാലസാഹിത്യാനി സിപ്പി പള്ളിപ്പുറം ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കെ അബ്ദുൾ റഹ്മാൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പൂയപ്പള്ളി തങ്കമ്മ മാസ്റ്റർ, വിനോയ് കുമാർ തുടങ്ങിയ നിരവധി പ്രമുഖർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ചെറായി ബീച്ച് ജനകീയ വായനശാലയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ശങ്കരാടിയുടെ 100ാം ജന്മദിന വാർഷികത്തോടനുബന്ധിച്ച് നമ്മൾ ശങ്കരാടി അനുസ്മരണ സമിതി വിവിധങ്ങളായ പരിപാടികളാണ് നമ്മൾ ആലോചിച്ചിരിക്കുന്നത്. അതിൽ ശങ്കരാടിയുടെ ജന്മദിന ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ അദ്ദേഹത്തിൻ്റെ ഒരു അനുസ്മരണ സമ്മേളനവും പിന്നീട് നേരത്തെ തീരുമാനിച്ചു വെച്ചിരുന്നതാണ് ശങ്കരാടി അനുസ്മരണ നാടകോത്സവം. പക്ഷേ വയനാടിൻ്റെ ഈ പ്രത്യേകമായ ദുഃഖ സാന്ദ്രതമായ ഈ അവസ്ഥയിൽ നമ്മളത് മറ്റൊരു മാസത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. സെപ്റ്റംബറിൽ നടത്താമെന്നായിരുന്നു ഒരു ആലോചന. പക്ഷേ അത് പിന്നീട് ഒരു അറിയിക്കുന്നതായിരിക്കും. അടുത്ത ഒരു സൗകര്യം നോക്കിയിട്ട് നമ്മളത് നടത്തുന്നതായിരിക്കും. എന്തായാലും നമ്മുടെ ശങ്കരാടിയുടെ പേരിൽ നമുക്ക് ഒത്തുചേരാനായിട്ട് നമ്മുടെ മറ്റെല്ലാവരേക്കാളും കേരളത്തിലുള്ള മറ്റെല്ലാവരേക്കാളും കൂടുതൽ അഭിമാനം കൊള്ളുന്നവരാണ് നമ്മൾ. കാരണം അദ്ദേഹം നമ്മുടെ കൂടെ ജീവിച്ച ഒരാളാണ്, നമ്മുടെ തൊട്ടടുത്ത് ജന്മം കൊണ്ട ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നാമധേയത്തിൽ കേരളത്തിൽ ആദ്യമായിട്ട് നമ്മൾ ഇവിടെയുള്ള എല്ലാവരും കൂടെ ചേർന്ന്, ഇപ്പോൾ അതിൽ സിറ്റി മാഷായാലും തങ്കമ്മ മാഷായാലും ഇവിടെ സീരി മാഷായാലും അങ്ങനെ നിരവധി പേർ ഇതിൻ്റെ രക്ഷാധികാരികളായിട്ട് നമ്മൾ 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ സംഘടന രൂപീകരിക്കുകയും അതിൻ്റെ ഉദ്ഘാടനം ഇവിടെ കെങ്കേമമായി നമ്മൾ നടത്തുകയും ചെയ്തതാണ്. അതിനുശേഷം ചെറിയ ചെറിയ പരിപാടികളും ഒക്കെ നടത്തിക്കൊണ്ട് വരികയാണ്. നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ശങ്കരാടിയുടെ ജന്മസ്ഥലത്ത് ചെറായിയിൽ ഒരു ഉചിതമായ ഒരു സ്മാരകം നമുക്ക് എല്ലാവരുടെയും സഹായത്തോടു കൂടി നമുക്ക് ഉണ്ടാക്കണം. അതിന് കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് നടത്തണം എന്നുള്ളൊരു ലക്ഷ്യവും നമ്മുടെ മുന്നിലുണ്ട്. എന്തായാലും ഈ പരിപാടി ഇങ്ങനെ ഈ അവസരത്തിൽ മൈക്കില്ലെങ്കിൽ, കാരണം ഒരുപാട് പേര് കേൾവിക്കാരായിട്ടുണ്ടാവും. നമ്മുടെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ മൈക്ക് വയ്ക്കുമ്പോൾ ഒരുപാട് കേൾവിക്കാർ നമുക്ക് കിട്ടുന്നതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഇങ്ങനൊരു അവസ്ഥയിൽ നമുക്കത് പറ്റിയില്ല. എന്തായാലും ഞാൻ നീട്ടുന്നില്ല. നമുക്കറിയാം 1924 ജൂലൈ 14-ാം തീയതിയാണ് നമ്മുടെ ശങ്കരാടി അദ്ദേഹം ഇവിടെ പൂജാതനായത്. അദ്ദേഹം 2001 ഒക്ടോബർ 8-ാം തീയതിയാണ് അദ്ദേഹം ഇവിടെ നിന്ന് വിടവാങ്ങിയത്. അതിനിടയിൽ 10-700ഓളം സിനിമകളിൽ, അതോടൊപ്പം സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ, അതോടൊപ്പം തന്നെ സ്വാഭാവിക നടനായിട്ടും ഒരു കോമേഡിയനായിട്ടും ഹാസ്യ നടനായിട്ടും ഒക്കെ വളരെ എല്ലാ സമസ്ത മേഖലയിലും അദ്ദേഹത്തിൻ്റെതായ ഒരു ശൈലി, പ്രത്യേക ആ ശൈലി അനുകരിക്കാൻ ഒരാൾ പിന്നെ കേരളത്തിൽ ഉണ്ടായിട്ടില്ലെന്ന് തന്നെ പറയാം. ശങ്കരാടി അനുസ്മരണം കഴിഞ്ഞ ജൂലൈ 14, 2024 ജൂലൈ 14-ാം തീയതി ആയപ്പോൾ അദ്ദേഹം ഈ നാടിൽ ജന്മം കൊണ്ടിട്ട് 100 വർഷം തികയുക. അദ്ദേഹത്തിൻ്റെ 100ാമത് ജന്മദിനം ആഘോഷപൂർണ്ണമാക്കുവാൻ ഒട്ടനവധി സംഘടനകൾ അതിന് തയ്യാറെടുത്തിട്ടുണ്ട്. നമ്മുടെ വൈപ്പിൻകരയിൽ ആദ്യമായി അദ്ദേഹത്തിന് അനുസ്മരണ സമിതി തുടങ്ങുകയും ആഘോഷവേളയിൽ തന്നെ ആഘോഷമാക്കാൻ തന്നെ തീരുമാനിച്ചുകൊണ്ട് ഏകാംഗ നാടകങ്ങളും അതുപോലെയുള്ള ചെറിയ ചെറിയ കലാപരിപാടികളുമായിട്ട് അദ്ദേഹത്തിൻ്റെ ആ 100ാമത് വർഷം കൊണ്ടാടുവാൻ ഈ അനുസ്മരണ സമിതിയെ തീരുമാനിക്കുകയുണ്ടായി. ദുരിതപൂർണമായ ഒരവസ്ഥ നമ്മൾ ഇപ്പോൾ എല്ലാവരുടെയും മനസ്സിനെ വേദനിക്കുന്ന തരത്തിൽ വയനാട് നമ്മളെ വളരെയധികം ആ 2 പഞ്ചായത്തുകൾ തന്നെ ഒഴുകിപ്പോയി എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിലേക്ക് ഇന്നലെ കിടന്നുറങ്ങിയപ്പോൾ നേരം പുലർച്ചെ ഒരു വസ്തുവുമില്ലാതെ വെറുതെ ശൂന്യമാവുന്നൊരവസ്ഥയിലേക്ക് പ്രകൃതി കൊണ്ടുപോയിട്ടുണ്ട്. എങ്കിൽ അതിനു മുമ്പും നമ്മൾ ഇതെല്ലാം തരണം ചെയ്തിട്ടുണ്ട്. സുനാമി തരണം ചെയ്തിട്ടുണ്ട്, വെള്ളപ്പൊക്കം തരണം ചെയ്തിട്ടുണ്ട്, എല്ലാം നാച്ചുറൽ കലാമികളെല്ലാം തന്നെ തരണം ചെയ്തിട്ടുണ്ട്. അതിനുള്ള മാനസിക അവസ്ഥയും ശക്തിയും അതുപോലെ തന്നെ ഒന്നിച്ചു നിന്ന് അതിനെ സഹായിച്ച് മുന്നോട്ട് അതിൽ നിന്നും രക്ഷപ്പെടുവാനായിട്ടും അതിനെ പൂർണ്ണമായിട്ടും അതിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുവാനും നമ്മുടെ നാടിനും നമ്മൾക്കും കഴിഞ്ഞിട്ടുണ്ട്. 20 വർഷം മുമ്പ്
നമ്മുടെ നാട്ടിൽ ജനിച്ച് ഈ നാടിൻ്റെ യശസ് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിച്ച ഒരു നല്ല കലാകാരനെ നാം ഇന്ന് അനുസ്മരിക്കുകയാണ്. അത് നടത്തുന്നത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തെ ഓർമ്മിക്കാൻ വേണ്ടി തന്നെ ചെറായി പരിസരത്തുള്ള ആളുകൾ ചേർന്നുണ്ടാക്കിയ ശങ്കരാടി അനുസ്മരണ സമിതിയാണ്. ആ സമിതിയും ജനകീയ വായനശാലയും ചേർന്നാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന കുറേ ആളുകളെങ്കിലും അദ്ദേഹത്തെ ഓർമ്മിക്കുന്ന കുറച്ച് ആളുകളെങ്കിലും ഉള്ളതുകൊണ്ടാണ്, അങ്ങനെയുള്ള സുമനസ്സുകൾ ഉള്ളതുകൊണ്ടാണ് ഈ ആളുകളെങ്കിലും ഇവിടെ എത്തിയിട്ടുള്ളത്. കാരണം ഇപ്പോൾ പഴയതുപോലെ ഒന്നും അങ്ങനെ ഒരു ആരെക്കുറിച്ചും ഒരു അനുസ്മരണം നടത്തണമെന്നോ അവരുടെ ഓർമ്മ പുതുക്കണമെന്നോ ഒന്നും ഉള്ള ചിന്ത കാര്യമായിട്ടില്ല. സാഹിത്യരംഗത്തുള്ളവരായാലും സാംസ്കാരിക രംഗത്തുള്ളവരായാലും അല്ലെങ്കിൽ കലാരംഗത്തുള്ളവരായാലും ഒക്കെ അവർ മറന്നു പോകുന്ന ഒരു അടുത്ത കാലത്തുണ്ട്. അതേസമയം രാഷ്ട്രീയ കക്ഷികൾ അങ്ങനെയല്ല. ഒരു ചെറിയ പ്രവർത്തകൻ ഇപ്പോൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വിട പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവരെല്ലാം നമ്മൾ കൃത്യമായിട്ട് ആ തീയതിയിൽ തന്നെ അനുസ്മരിക്കുകയും ജാഥകൾ നടത്തുകയും സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് നമുക്കറിയാം, നിഷേധിക്കാനാവാത്തൊരു കാര്യമാണ്. എന്നാൽ ഇതുപോലുള്ള ആളുകളോട് ഈ അടുത്ത കാലത്ത് എന്തുകൊണ്ടോ ഒരു അവഗണന നമ്മുടെ സമൂഹത്തിൻ്റെ മനസ്സിലുണ്ടാകാനും അത് ഒരു തിരിച്ചറിവില്ലായ്മയുടെ ഭാഗം കൂടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം ആരായിരുന്നു, ഈ നാടിന് വേണ്ടി എന്താണ് ചെയ്തത് എന്നുള്ള ആ തിരിച്ചറിവില്ലാതാവുന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്നാണ് തോന്നുന്നത്. നമ്മുടെ ഈ പ്രദേശം നമുക്കറിയാം, വൈപ്പിങ്കരയും സമീപ പ്രദേശങ്ങൾ പറവൂർ മേഖലയെല്ലാം നിരവധി കലാകാരന്മാർ ചലച്ചിത്ര രംഗത്തായാലും നാടകരംഗത്തായാലും സാഹിത്യരംഗത്തായാലും ഒക്കെ സംഭാവന ചെയ്തിട്ടുള്ള ഉജ്ജ്വലന്മാരുടെ നാടാണ്. ചെറിയ ആളുകളെല്ലാം വലിയ നക്ഷത്രങ്ങൾ തന്നെ പിറന്നിട്ടുള്ള ഒരു നാടാണത്. അതിൽ കൂടുതൽ പേരും വൈപ്പിൻകരയിൽ നിരവധി പേര് മറക്കാനാവാത്ത നിരവധി പേര് നമുക്കുണ്ട്, ചലച്ചിത്ര പ്രതിഭകൾ തന്നെ. അപ്പോൾ ചലച്ചിത്രത്തിന് വേണ്ടി സ്വന്തം കുടുംബത്തെ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് രംഗത്ത് കൊണ്ടുവന്ന ആളാണ് ആർട്ടിസ്റ്റ് PJ ചെറിയാൻ. നിർമ്മല എന്ന സിനിമ നിർമ്മിക്കാൻ വേണ്ടി വളരെയേറെ ക്ലേശിക്കുക. ആദ്യകാല സിനിമകളിലൊന്നാണ് നിർമ്മല. ഈ നിർമ്മലയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അതിനുവേണ്ടി പണം മുടക്കുകയും അതിൻ്റെ അഭിനേതാക്കളെ തേടുകയും അന്നത്തെ സാഹചര്യത്തിൽ നടിമാരെ കിട്ടാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് സ്വന്തം മരുമകളെ, ഗർഭിണിയായ സ്വന്തം മരുമകളെ തന്നെ സിനിമയിൽ നായികയായി അഭിനയിക്കാൻ ഒരു ചങ്കൂറ്റം കാണിക്കുകയൊക്കെ ചെയ്ത ആർട്ടിസ്റ്റ് PJ ചെറിയാൻ. സ്വർഗസീമ, സ്നേഹസീമ പോലുള്ള സിനിമകളിൽ നല്ല റോളുകളൊക്കെ അഭിനയിച്ചിട്ടുള്ള ആർട്ടിസ്റ്റ് PJ ചെറിയാൻ നമ്മുടെ നാട്ടുകാരനായിരുന്നു. അതിനുശേഷം വന്ന നിരവധി ആളുകളെ നമുക്കറിയാം. ആ കൂട്ടത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഓർമ്മിക്കുന്നത് വിൻസെൻറ്റിനെയാണ്. ഇടവനക്കണക്കാരനായ വിൻസെൻറ്റ് ഒരു കാലത്ത് പ്രേം നസീറിനെ പിന്നിലാക്കിക്കൊണ്ട് മുൻനിരയിൽ വന്ന നായകനിരയിൽ വന്ന ആളാണെന്ന് നമ്മൾ ഓർക്കണം. പക്ഷേ അങ്ങനെ ജ്വലിച്ചു വരുന്നതിനിടയിൽ തന്നെ ആ നക്ഷത്രം അണഞ്ഞുപോയി എന്നതാണ് സത്യം. അങ്ങനെ പേരെടുത്ത് പറയാവുന്ന എത്രയോ പേര് നമ്മുടെ ഈ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ അങ്ങോട്ട് ചെന്നാൽ നമ്മുടെ കിടാമംഗല സദാനന്ദൻ, നമുക്ക് സിനിമയിലും ആദ്യകാലത്ത് അദ്ദേഹം നാടകത്തോട് ഒപ്പം തന്നെ സിനിമാ രംഗത്തും വന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ മരുമകൾ, അദ്ദേഹം തിരക്കഥയൊക്കെ എഴുതിയ മരുമകളെ ചലച്ചിത്രമൊക്കെ പലർക്കും ഓർമ്മയുണ്ടാവും. അതുപോലെ അദ്ദേഹം തന്നെ മുൻകൈയെടുത്ത് നിർമ്മിച്ച ഒരു ചിത്രമാണ് അരപ്പവൻ. എനിക്ക് തോന്നുന്നു നിർമ്മാതാവ് തന്നെ കടാമംഗല സദാനന്ദനായിരുന്നു എന്നാണ്. അദ്ദേഹത്തിൻ്റെ കെട്ടുതാലി എന്നു പേരായ ഒരു ചെറിയ ഏകാംഗ നാടകത്തെ പിന്നീട് വിപുലീകരിച്ച് എടുത്തിട്ടാണ് അരപ്പവൻ. നന്നായിട്ട് നല്ല പരസ്യമൊക്കെ കൊടുത്ത് വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു ഫിലിമായിരുന്നു അന്ന്. അപ്പോൾ അങ്ങനെ പല ആളുകളും, ഇപ്പോൾ സിദ്ദിഖിനെ പോലുള്ള ആളുകളൊക്കെ ഇപ്പോഴും നമ്മുടെ സിനിമാ നിരയിലുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ എടുത്തു പറയേണ്ട ഒരാൾ നമ്മുടെ ചിറായിക്കാരൻ തന്നെയാണ് ശങ്കരാടി. നമ്മുടെ തൊട്ടുമുറ്റത്ത് പിറന്ന ആളാണ് അദ്ദേഹം. രാമവർമ്മ സ്കൂളിൻ്റെ തൊട്ട് കിഴക്ക് ഭാഗത്തുള്ള
ശങ്കരാടി കുടുംബത്തിൽ ആണ് ജനിച്ചത്. അമ്മ വീടാണ് ശങ്കരാടി, അച്ഛൻ്റെ വീട് വടക്കേക്കരയിൽ മേമന എന്ന കുടുംബത്തിലാണ്. കണക്ക് ചെമ്പകരാമൻ പരമേശ്വരൻ പിള്ളയുടെ മകനായിട്ടാണ് പിറന്നത്. അദ്ദേഹത്തിൻ്റെ ബാല്യകാല വിദ്യാഭ്യാസമൊക്കെ കണ്ടശങ്കടവിലും അതുപോലെ ചെറായിലുമായിട്ടാണ്. ചെറായി രാമവർമ്മ സ്കൂളിൽ വലിയ അറിയപ്പെടുന്ന അധ്യാപകനായിരുന്ന രാഷ്ട്രീയ പ്രവർത്തകനായിരുന്ന KC എബ്രഹാം മാസ്റ്ററുടെ ഹെഡ് മാസ്റ്ററായിരിക്കുന്ന കാലത്താണ് അദ്ദേഹം അവിടെ വിദ്യാഭ്യാസം നടത്തിയിരുന്നത്. K. അച്യുതൻ മാസ്റ്ററെ പോലുള്ള പ്രഗത്ഭമതികളായ അധ്യാപകരൊക്കെ അദ്ദേഹത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. അലക്സാണ്ടർ മാസ്റ്ററെ പോലുള്ള ആളുകളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഉള്ള നമ്മുടെ നാട്ടുകാർ. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത ആദ്യകാലത്ത് സിനിമാ രംഗത്തല്ല വന്നത്. അദ്ദേഹം പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് തന്നെ ചെറിയ രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സതീർത്ഥ്യനായി ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളുണ്ടായിരുന്നത് സഖാവ് KK സത്യവ്രതനാണ്. എനിക്ക് തോന്നുന്നത് അവരൊരുമിച്ച് മഹാരാജാസ് കോളേജിൽ ഒന്നിച്ച് പഠിച്ചവരായിരിക്കണം, അല്ലെങ്കിൽ അല്ലേ? പക്ഷേ നിതാന്ത സുഹൃത്തുക്കളായി എവിടെ കണ്ടാലും നമ്മൾ ഇങ്ങനെ യാത്രക്കിടയിലൊക്കെ പോകുമ്പോൾ ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ് ഗവിരീശ്വര നടയിലായാലും ദേവസ്വം നടയിലായാലും ഒക്കെ കണ്ടുമുട്ടിയിരുന്നത്. അപ്പോൾ ആ കാലത്ത് ഈ നാടകരംഗത്താണ്, രാഷ്ട്രീയ രംഗത്തും നാടകരംഗത്തും അദ്ദേഹം ശോഭിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. അതിനിടയിൽ അദ്ദേഹം ഉത്തരേന്ത്യയിലൊക്കെ പഠിക്കാൻ പോയ കാര്യമൊക്കെ ഉണ്ട്. പാടിൻ്റെ ഭാഗം അഭിനയിക്കാൻ സംവിധായകനായ MT കണ്ടുവച്ചിരുന്നത് ശങ്കരാടിയാണ്. ശങ്കരാടിയ അതിന് ഏറ്റവും യോജിച്ച ആളാണെന്ന് വിചാരിച്ച് ശങ്കരാടിയാണ് മനസ്സിൽ കണ്ടിരുന്നത്. ശങ്കരാടിയോട് ഈ വിവരം സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ പറ്റായിക കൊണ്ടല്ല പറയുന്നത്, പക്ഷേ ഏറ്റവും ഉചിതനായ ഒരാൾ എനിക്ക് മുമ്പേ ഉണ്ട്, അയാളെ തന്നെ അതിനാക്കണം എന്ന് പറഞ്ഞു. അതാരാണെന്ന് ചോദിച്ചപ്പോൾ അത് PJ ആൻ്റണിയാണ്. അങ്ങനെയാണ് PJ ആൻ്റണി MTയുടെ നിർമ്മാല്യത്തിൽ വെളിച്ചപ്പാടായി വന്നത്. അപ്പോൾ ശങ്കരാടി തൻ്റെ ആ കഴിവ് കുറവ് കൊണ്ടൊന്നുമല്ല, അതിനെ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ആൾ PJ ആൻ്റണി ആണെന്ന് മനസ്സിലാക്കിയിട്ടാണ് പ്രസംഗിച്ചതാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അന്ന് പങ്കെടുത്ത ആളുകൾക്ക് ഒരാവർത്തന വിരസത ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ യാഥാർത്ഥ്യ നിർഭരമായ സംഭവങ്ങൾ വസ്തുനിഷ്ഠമായി പ്രതിപാദിക്കപ്പെടുമ്പോൾ അതിന് ചരിത്രത്തിൻ്റെ ഒരു സാക്ഷ്യമുണ്ട്. എങ്കിലും സൂര്യൻ കിഴക്കുദിക്കുന്നു എന്നുള്ളത് സത്യമാണെങ്കിലും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ആളുകൾക്ക് വിരസത തോന്നും. പക്ഷേ നമ്മൾ സംസ്കാര സമ്പന്നരായും സാമൂഹിക രംഗത്ത് എല്ലാ തരത്തിലുള്ള അഭിവൃദ്ധിയെയും ആസ്വദിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവരുമായി ഒരു ജീവിത രംഗം നമ്മുടെ മുന്നിൽ ആവിർഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരായി മഹത്സേവനം അനുഷ്ഠിച്ചിട്ടുള്ള ഇത്തരം മഹത്തുക്കളെ അനുസ്മരിക്കുക നമ്മുടെ അനിവാര്യമായ കടമയാണ് എന്ന് ശങ്കരാടിയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം നാടകകാരനും അതോടൊപ്പം തന്നെ ചലച്ചിത്ര കലാകാരനുമായി. ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്നത് നാടക നടൻ എന്നുള്ള ശങ്കരാടിയെയാണ്. അതിന് കാരണമുണ്ട്. നാടകം സിനിമയുമായിട്ടുള്ള വ്യത്യാസം സിനിമ അഭ്രവാളികളിൽ വരുമ്പോഴാണ് നമ്മൾ കാണുന്നത്. അത് അവിടെ ഒരുക്കി അവതരിപ്പിക്കുവാൻ അതിൻ്റെ പിന്നിൽ നടന്നിട്ടുള്ള പരിശ്രമങ്ങൾ നമുക്കറിയില്ല. സിനിമ ഷൂട്ടിംഗ് എന്ന് പറയുന്നത് കണ്ടിരിക്കാൻ അത്ര സുഖമുള്ള കാര്യമല്ല. അവിടെ തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്തി വീണ്ടും തിരുത്തി ശരിയാക്കാനുള്ള സൗകര്യമുണ്ട്. പക്ഷെ നാടകത്തിന് അതുണ്ടോ? ഒരു ജീവിതം രംഗത്ത് അവതരിപ്പിക്കുമ്പോൾ പച്ചയായ മനുഷ്യൻ ദുഃഖമായാലും സന്തോഷമായാലും മറ്റേത് വൈകാരിക ഭാവങ്ങളായാലും അനുഭവ അഭിനയത്തിൻ്റെ പരമകോടിയിൽ സുന്ദരമായി പ്രതിഫലിപ്പിക്കുകയാണ്.
നേരിട്ട് സംവദിക്കുന്ന സമ്പ്രദായം. അവിടെ തെറ്റുപറ്റിയാൽ നാടകം മാത്രമല്ല കാണികൾക്ക് വരെ ദുഃഖത്തിൻ്റെ സമ്മാനമായിരിക്കും ലഭിക്കുക. അതാണ് നാടകവുമായിട്ടുള്ള വ്യത്യാസം. അതുകൊണ്ട് തന്നെ ആയിരിക്കും പ്രാചീന ഭാരതീയ കവീന്ദ്രന്മാർ നാടകാന്തം കവിത്വം എന്ന പ്രസിദ്ധമായ കവിത്വം എന്ന് പറഞ്ഞാൽ നാടകത്തിൻ്റെ അന്ത്യത്തിൽ കവി എന്നല്ല, കവിത്വത്തിൻ്റെ പൂർണ്ണത നേടിക്കഴിഞ്ഞതിന് ശേഷമേ നാടകം ആരംഭിക്കൂ എന്നാണ്. ഒരു നാടകത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് കവിത എഴുതുക എന്നുള്ളതല്ല, കവിതാമയമായൊരു ഹൃദയം ഉണ്ടാകണം. അങ്ങനെ ഹൃദയ സമ്പന്നത നേടിയതിന് ശേഷം മാത്രമേ നാടകം തുടങ്ങുകയുള്ളൂ എന്നാണ് പഴയ ഭാഷാശാസ്ത്രജ്ഞനും നിരൂപകനുമായ AR രാജരാമ തൊണ്ടരാനൊക്കെ പറഞ്ഞിട്ടുള്ളത്. കഥകളി പോലും നാടകത്തിൻ്റെ അടുക്കൽ എത്തില്ലെന്നാണ്. ഒരു ജീവിതം നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. അതാണ് കേരളത്തിൻ്റെ നാടകത്തിൻ്റെ കാര്യത്തിൽ ഒരുപാട് പാരമ്പര്യമുണ്ട്. ആദ്യകാലങ്ങളിൽ എങ്ങനെയായിരുന്നു? ശങ്കരാടിയെ തൊടുമ്പോൾ നാടകത്തെയും നാടകരംഗത്തെയും സ്പർശിക്കണമെന്ന് ഞാൻ പറഞ്ഞ അതാണ്. ആദ്യകാലത്ത് നമ്മുടെ നാട്ടിൽ വന്നിരുന്നത് തമിഴ് നാടകങ്ങളായിരുന്നു, അരിശാങ്കം മുതലായിട്ടുള്ള നാടകങ്ങൾ. അതൊരു പ്രത്യേകത നിങ്ങൾക്ക് പലർക്കും അറിയാവുന്നതുപോലെ ഹാർമോണിസ്റ്റ് രംഗത്തുണ്ടാവും. ചവിട്ട് ഹാർമോണിയം കണ്ടിട്ടില്ലേ ദേവരാജ? ചവിട്ട് ഹാർമോണിയം വെച്ച് പുള്ളി 4 പെരുക്ക് കഴിഞ്ഞതിന് ശേഷമാണ് നാടകം തുടങ്ങുന്നത്. അതിനുശേഷം രംഗത്ത് നായകൻ പ്രവേശിച്ചാൽ നായകനും ഹാർമോണിസ്റ്റും തമ്മിൽ രണ്ടുപേരും കൂടി ഒരു സംഗീതാലാപനവും. അരിശാങ്കം നാടകത്തിൽ ഒരു കുട്ടി മരിക്കുന്നുണ്ട്. മരിക്കുമ്പോൾ കുട്ടിയുടെ പിതാവായ രാജാവായി അഭിനയിക്കുന്ന പ്രധാന നടൻ വന്നിട്ട് സരിഗമ പാടുകയാണ്. എൻ കുളന്തേ പിറന്താനോ മരിച്ചു എന്നുള്ള പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ രീരി 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 ഗരി 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 ഇതങ്ങ് പിടിക്കണം. അത് കഴിയുമ്പോൾ ഹാർമോണിയത്തിൽ പിടിക്കും. സംഭവം എന്താ? കുട്ടി മരിച്ച ദുഃഖമല്ല, അവിടെ സംഗീതത്തിൻ്റെ പ്രാഭവമാണ് അവിടെ അധികം കാണിക്കുന്നത്. അതാണ് രസം. അത് അനുകരിച്ച് നമ്മുടെ മലയാള നാടകവേദിയിലും ഈ ചവിട്ട് ഹാർമോണിയം രംഗത്ത് വെച്ച് പരിപാടി നടത്തുന്നതൊക്കെ ഉണ്ടായി. ഒരിക്കൽ സാക്ഷാൽ PJ ആൻ്റണി തന്നെ കാണിയായിരുന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു നാടകം. ആ നാടകത്തിൽ ഒരു കൊലപാതകം നടന്നു. അത് അന്വേഷിക്കാനായിട്ട് ഡിറ്റക്റ്റീവ് ഉദ്യോഗസ്ഥന്മാർ, പോലീസ് ഉദ്യോഗസ്ഥന്മാർ വരികയാണ്. തെളിവെടുപ്പിന് ഇങ്ങനെ വന്ന് പലരോടും ചോദിച്ചിട്ട് ആർക്കും അറിയില്ല. അപ്പോൾ ആൻ്റണി എഴുതിയിട്ട് പറഞ്ഞു, എൻ്റെ പൊന്നു സാറേ, ആ ചവിട്ട് ഹാർമോണിയക്കാരനോട് ചോദിച്ചാൽ മതി, അയാളിത് മുഴുവനും കണ്ടിരിക്കുന്നു. ഓക്കെ, ആ പാടത്ത് വെച്ചാണ് ഇത് ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഈ വഞ്ചി വലിച്ചു വരുമ്പോൾ പങ്കായം കൊണ്ട് താറാവിനെ തല്ലും. താറാവ് ഇങ്ങനെ അടിക്കുമ്പോൾ 2-3 താറാവ് ചത്തുപോയിക്കോട്ടെ, കുഴപ്പമില്ല എന്നാണ് പറഞ്ഞിരുന്നത്. ഇത് ശങ്കരാടി പറഞ്ഞു, എടാ നീയേ എല്ലാ മധുക്കാന്ന് ചെറുപ്പമല്ലേ, ആരോഗ്യമുള്ളവരാണ്, പങ്കായം കൈ കിട്ടിക്കഴിഞ്ഞ് താറാവിനെ നെല്ലിക്കൊല്ലേന്ന് കേട്ടാന്ന് പറഞ്ഞത്. കഷ്ടകാലത്തിൽ ഒരൊറ്റടിക്ക് 20 താറാവാണെന്ന് ചത്തത്. നിർമ്മാതാവിന് കാശൊക്കെ കൊടുത്തെന്നുള്ള മറ്റൊരു കാര്യം. അങ്ങനെ എല്ലാ രംഗത്തും ആ നിലയ്ക്ക് ശങ്കരാടിയുടെ ഞാൻ അവസാനിപ്പിക്കാറായി. എനിക്ക് ശങ്കരാടിയുമായിട്ട് അടുത്ത് ബന്ധമുണ്ടായിരുന്നു. എന്താ അവിടെ പറഞ്ഞതാണ്, തുടക്കത്തിൽ പറഞ്ഞത് അവിടെ തന്നെ വരുമെന്ന് പറഞ്ഞതാണ്. എൻ്റെ ജ്യേഷ്ഠനുമായിട്ടായിരുന്നു കൂടുതൽ അടുപ്പം. ബോധി ഡോക്ടറായി എൻ്റെ ചേട്ടൻ കുന്നേരിയിൽ ഡിസ്പെൻസറി നടത്തുമ്പോൾ അവിടെ മിക്കവാറും ആഴ്ചയിലൊരിക്കൽ എങ്കിലും ശങ്കരാടിയോട് ചെല്ലുമായിരുന്നു. ആ പരിചയത്തിൽ നിന്നാണ് ഞാനുമായിട്ടുള്ള പരിചയം വരുന്നത്. പിന്നീട് അദ്ദേഹം ഒരു പുതിയ നാടകം അരങ്ങേറുന്ന സന്ദർഭത്തിൽ എവിടെയായാലും കേരളത്തിൻ്റെ ഏത് ഭാഗത്തായാലും ഒരു ടിക്കറ്റും ഒരു കത്തും എനിക്ക് അയച്ചു തരുമായിരുന്നു. അങ്ങനൊരു ബന്ധം ഞങ്ങൾ തമ്മിലുണ്ടായി. അത് അദ്ദേഹം സിനിമാ ലോകത്തേക്ക് പോയി പ്രസിദ്ധനായി കഴിഞ്ഞതിന് ശേഷം പിന്നീട് അത്ര ബന്ധം ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ ജനകീയ വായനശാലയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഈ ചടങ്ങ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായും നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനകരമായ ഒട്ടനവധി അഭിനയ മുഹൂർത്തങ്ങൾ
സംഭാവന ചെയ്തിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ശങ്കരാടി എന്ന് പറയുന്ന അതുല്യ പ്രതിഭ. അദ്ദേഹത്തിന്റെ അഭിനയ സിദ്ധിയെ സംബന്ധിച്ചും അദ്ദേഹത്തിന്റെ ജീവിത സാഹചര്യങ്ങളെ സംബന്ധിച്ചുമെല്ലാം സവിസ്തരമായ പ്രതിപാദ്യങ്ങൾ ഉദ്ഘാടകനും അതുപോലെ തന്നെ മുഖ്യ പ്രഭാഷകനുമായ തങ്കമ്മ മാഷും ഉൾപ്പെടെ നടത്തി കഴിഞ്ഞിട്ടുള്ളതാണ്. തങ്കമ്മ മാഷും സിപ്പി മാഷും അദ്ദേഹവുമായി അടുപ്പമുള്ള വ്യക്തിത്വങ്ങളും. ഇവിടെ രാജീവ് ഇത് സംബന്ധിച്ച കാര്യം പറയുന്നതിന് എന്നെ വിളിച്ചപ്പോൾ ഞങ്ങൾ തമ്മിൽ കണ്ട് സംസാരിക്കുകയും ചെയ്യും. എന്തുകൊണ്ട് ശങ്കരാടിക്കൊരു ഉചിതമായ സ്മാരകം ഇവിടെ സൃഷ്ടിക്കപ്പെട്ടില്ല എന്നുള്ളത് നമ്മുടെ മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുകയാണ്. അത്രത്തോളം പ്രസക്തരല്ലാത്തവർക്ക് വേണ്ടി പോലും സ്മാരകങ്ങൾ രൂപീകരിക്കപ്പെടുന്ന ഈ ഘട്ടത്തിൽ മലയാള ചലച്ചിത്ര വേദിയിൽ അന്നത്തെ സൂപ്പർ സ്റ്റാറുകളോടൊപ്പം തന്നെ ഉയർത്തിപ്പിടിക്കാവുന്ന അഭിനയ സാധ്യതകൾ പ്രകടമാക്കിയ ഒരു വ്യക്തിത്വമാണ് ശ്രീ ശങ്കരാടി. അദ്ദേഹത്തിന്റെ അഭിനയ സവിശേഷതകളെ സംബന്ധിച്ച് ഇവിടെ സംസാരിച്ചു. മലയാള ചലച്ചിത്ര വേദിയിൽ ഇന്ന് കാണാത്ത ഒരു കാര്യമാണ് നേരത്തെ ഇവിടെ പ്രതിപാദിച്ച MT. അദ്ദേഹത്തിന്റെ വിഖ്യാതമായ നിർമാല്യത്തിൽ വെളിച്ചപ്പാടായി അഭിനയിക്കുന്നതിന് തിരഞ്ഞെടുത്തത് ശങ്കരാടിയെ. വസ്തുത അദ്ദേഹമാണ്, ഞാനല്ല അതിന് യോഗ്യൻ. പ്രമുഖ നടനായ PJ ആന്റണിയാണ് എന്ന് നിർദ്ദേശിക്കപ്പെട്ടു. ഇന്ന് ബോധപൂർവം പലരെയും ഒഴിവാക്കുന്ന കുതികാൽ കുത്ത് നിലകൊള്ളുന്നൊരു മേഖലയാണ് മലയാള ചലച്ചിത്ര വേദി. ഒട്ടനവധി ആളുകൾ ചവിട്ടി താഴ്ത്തപ്പെടുകയും മുകളിലേക്ക് ഉയർന്നു പോകാതിരിക്കപ്പെടുകയും ചെയ്യാത്ത സാഹചര്യങ്ങൾ ചലച്ചിത്ര വേദിയിൽ നിന്ന് നിലനിൽക്കുകയാണ്. നമ്മളൊന്ന് ആലോചിച്ച മതി, ആ ഘട്ടത്തിൽ ഉന്നതനായ ഒരു നടനോട് നല്ല ഒരു കഥാപാത്രത്തെ, ഉൾക്കാമ്പുള്ള ഗാംഭീര്യമുള്ള ഒരു കഥയെ ആസ്പദമാക്കിയുള്ള കഥാപാത്രത്തെ അവതരിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം സന്തോഷപൂർവം അത് തിരസ്കരിച്ചുകൊണ്ട് മറ്റൊരാളുടെ പേര് പറയുവാൻ വിശാല മനസ്സ് അദ്ദേഹത്തിനുണ്ടായി എന്നുള്ളതാണ്. ആ കാലഘട്ടം അങ്ങനെയാണ്. സിനിമയെ സ്നേഹിക്കുന്നവരാണ്. അദ്ദേഹത്തെ കുറിച്ച് സത്യനന്ദിക്കാട് എഴുതിയ പുസ്തകത്തിൽ വളരെ വിശദമായി അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലി പ്രതിപാദിച്ചിട്ടുണ്ട്. അതിൽ പറയുന്നത് നിർമ്മാതാവിനെയോ സംവിധായകനെയോ ഒരിക്കൽ പോലും ബുദ്ധിമുട്ടിക്കുകയോ ക്ലേശിപ്പിക്കുകയോ ചെയ്യാത്ത ഒരു പ്രതിഭ. ഏത് പരിമിതമായ സാഹചര്യത്തിലും ഒതുങ്ങിക്കൂടുവാൻ പ്രാപ്തമായ മനസ്സുള്ള ഒരു വ്യക്തിത്വത്തിനുടമ. അദ്ദേഹത്തിന്റെ കയ്യിൽ അദ്ദേഹത്തിന് ഉടുത്തുമാറാനുള്ള തുണിയും അതുപോലെ തന്നെ അത്യാവശ്യം ഉപയോഗിക്കാനുള്ള തോർത്ത്, ബ്രഷ്, അതുപോലെയുള്ള ഉപകരണങ്ങൾ മാത്രമാണ് ഷൂട്ടിങ്ങിന് ചെല്ലുമ്പോൾ അദ്ദേഹത്തോടൊപ്പം ഉണ്ടാവും. ഒരു ചെറിയ മുറി, ഒരു ഫാൻ, ഇത്രയും മതി അദ്ദേഹത്തിന്. അപ്പൊ അത്രയും ലളിതമായ ഒരു ജീവിതം നയിച്ച ഒരു വലിയ പ്രതിഭ. അഭിനയിച്ച കഥാപാത്രങ്ങളെല്ലാം ഒന്നിനൊന്ന് മെച്ചം. അതാണ് പ്രത്യേകത. അദ്ദേഹത്തെ കുറിച്ച് വളരെ വിശദമായി ഒട്ടനവധി ചലച്ചിത്രകാരന്മാർ പറഞ്ഞിട്ടുണ്ട്. അതായത് അദ്ദേഹം ഒരു കഥാപാത്രത്തെ രൂപപ്പെടുത്തുന്നതിന് വേണ്ടി പ്രത്യേകിച്ചൊരു മുൻകരുതൽ എടുക്കാറില്ല എന്നുള്ളത്. കാരണം അദ്ദേഹത്തിന്റെ നിത്യജീവിതം നേരത്തെ ഇവിടെ പറഞ്ഞു, സെറായിൽ വന്നിരിക്കും, അമ്പലവെളിയിൽ വന്നിരിക്കും, പളത്താമലയിൽ പോയിരിക്കും. അതുപോലെ അദ്ദേഹം ഏതെല്ലാം ഗ്രാമപ്രദേശങ്ങളുമായി ആത്മബന്ധം പുലർത്തിയിരുന്നോ ആ പ്രദേശങ്ങളിലെല്ലാം നിരന്തരം സഞ്ചരിക്കുകയും അവിടുത്തെ സാധാരണ ജനങ്ങളുമായി സമ്പർക്കം പുലർത്തുകയും ചെയ്തിരുന്ന ഒരു വ്യക്തി. ഈ പരിപാടി കാരണം ഇതിന് നേരെ സംസാരിച്ചവരെല്ലാവരും തന്നെ വളരെ വിശദമായി ഏതർത്ഥത്തിലാണ് നമ്മൾ ശങ്കരാടിയെ ഓർക്കേണ്ടതെന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിനോട് കൂടുതലായി ഒന്നും അധികം ചേർത്ത് സമയം അപഹരിക്കേണ്ടതില്ല. നമ്മൾ അനുസ്മരിച്ചാലും ഇല്ലെങ്കിലും നമ്മൾ
സ്മാരകം പണിതാരും പണിതില്ലെങ്കിലും ശങ്കരാടിയെ അത്ര പെട്ടെന്ന് കയ്യിലെ രേഖ മായാതിരിക്കുന്നത് പോലെ നമുക്ക് അങ്ങനെ വരച്ച് തേച്ച് അങ്ങനെ കളയാൻ പറ്റുന്നതല്ലല്ലോ ആ രേഖ. ഇതാണ് ആ രേഖ എന്ന് പറയുന്നത് പോലെ മലയാളി ഉള്ളിടത്തോളം കാലം മനസ്സിൽ ഇങ്ങനെ വരച്ച് വെച്ചിട്ടുള്ള ഒന്നാണ് ശങ്കരാടി എന്ന് പറയുന്നത്. മറ്റൊന്ന്, ഈ നമ്മൾ ഈ എല്ലാ കാലത്തും നമ്മൾ സ്വഭാവ നടൻ എന്ന് പറയും. ഇന്ന് നമുക്ക് ഈ സ്വഭാവ നടനെ കാണാൻ പറ്റില്ല. ഈ സ്വഭാവ നടൻ എന്ന് പറയുന്നത് ഒരു സിനിമയില് അമാനുഷമായ ഒരു സ്വഭാവം ഇല്ലാത്ത മനുഷ്യനെയാണ്. പച്ചയായ മനുഷ്യനെ സ്വഭാവ നടനായിരിക്കാൻ പറ്റും. നായകനും വില്ലനുമെല്ലാം നാം പ്രതീക്ഷിക്കുന്നതിൽ ഒരു മനുഷ്യന് സാധ്യമാകുന്നതിൻ്റെ അപ്പുറത്തെ കഴിവുള്ളതാണ്. അത് എല്ലാ കാലത്തെയും നായകന്മാർക്കും വില്ലന്മാർക്കും ഒക്കെ നായികമാർക്കും ഒക്കെ ഈ അമാനുഷികമായ ഒരു സ്വഭാവം കൂടി ചേരുമ്പോഴേ അവരങ്ങ് പൊലിപ്പിക്കപ്പെടും. പച്ചയായ മനുഷ്യനെ അവതരിപ്പിക്കുന്നതാണ് ഈ സ്വഭാവ നടൻ എന്ന് പറയുന്നത്. ഈ പച്ചയായ മനുഷ്യരെ അവതരിപ്പിക്കുന്ന ഈ സ്വഭാവ ഗുണമുള്ള, നമ്മൾ ഈ സ്വഭാവ നടനുള്ള അവാർഡ് എന്നൊക്കെ പറയുന്നുണ്ട്, സ്വഭാവ ഗുണമുള്ള കഥാപാത്രങ്ങൾ ഇല്ലാതായ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്നൊരു സിനിമയിലും നിങ്ങൾക്ക് സ്വഭാവ നടന്മാരെ കണ്ടെത്താനാണ്, സ്വഭാവ ഗുണമുള്ള നടകളെയും കണ്ടെത്താൻ പറ്റും. അതിന് പറ്റുന്ന കഥാപാത്ര മുഖങ്ങളും ഇല്ലാതായി. ശങ്കരാടി മാത്രമല്ല, ഉദയകൃഷ്ണൻ ഇല്ലാതായി, ശങ്കരാടിക്കൊപ്പം മാമുക്കോയി ഇല്ലാതായി, അല്ലെങ്കിൽ ഒരുപാട് പേര്, ശ്രീനിവാസൻ ഒക്കെ. അത് ഒരു നാടും ആ നാട്ടിൻപുറവും ആ രീതിയിലുള്ള മുഖഭാവങ്ങളും എല്ലാം വരച്ച് കാണിക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങളാണ്. അതുകൊണ്ട് നിമിഷം ഞാൻ ഈ മാഷൊക്കെ സംസാരിച്ച അതേ ഇടത്ത് ഞാനും അന്ന് സംസാരിച്ചിരുന്നു. എല്ലാവരും അഭിനയിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. നിങ്ങളെല്ലാവരും ചിലപ്പോൾ ഒരു പക്ഷേ ശങ്കരാടിയിൽ ഒരു സിനിമ ഉണ്ടാവും. ആ സിനിമയിൽ ശങ്കരാടി മരിക്കുന്ന രംഗമുണ്ട്. ശങ്കരാടി മരിക്കുകയാണ്. ഈ മൃതശരീരമാണ് ശങ്കരാടി ഇങ്ങനെ മതിലിനോട് ഇങ്ങനെ ചാർത്തി വെച്ചിരിക്കുക. അതിൻ്റെ വായിലൊരു ബീഡിയൊക്കെ തിരികെ വെച്ചിട്ട് സൈക്കിളിൻ്റെ പുറയിലൊക്കെ ഇരുത്തി ഈ ശങ്കരാടിയുടെ മൃതശരീരത്തെ ഇങ്ങനെ കൊണ്ടുപോകുന്ന രംഗമുണ്ട്. മരിച്ച ആളായിട്ട് ഒരു മനുഷ്യന് അഭിനയിക്കാൻ പറ്റും. നമ്മൾ ഈ ഒട്ടും അഭിനയിക്കാൻ പറ്റാത്ത ആളുകളെയാണ് ഈ മൃതദേഹമായിട്ട് കിടക്കുന്നത്. ബോധം വേറെ ഭാവം എന്ന് പറഞ്ഞു. മരിച്ച ഒരു വ്യക്തിയുടെ മരിച്ച ഒരു മൃതശരീരം ഇത്ര ഭംഗിയായി അത് കണ്ടാൽ തിരിച്ചു പോകുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഭിനയത്തിന്റെ സൂക്ഷ്മതലങ്ങൾ അത് ഇത്ര കണ്ട് നമ്മുടെ മനസ്സിലേക്ക് എത്തിപ്പിച്ചൊരു മനുഷ്യനെന്ന നിലയിലാണ് നമ്മൾ അദ്ദേഹത്തെ കാണുന്നത്. മറ്റൊന്ന്, അദ്ദേഹം കലാകാരനാവാൻ വേണ്ടി ജനിച്ച ആളാണോ, അല്ലെങ്കിൽ മനുഷ്യൻ എന്ന നിലയിൽ അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ വേണ്ടി ജനിച്ച ഒരാളാണ്. ഇവിടെയൊക്കെ നമ്മളിങ്ങനെ